ഹായ് എവരി വൺ. 2 days ബിഫോർ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ കാറിനകത്ത് വെച്ചിട്ട് വളരെ മോശമായിട്ട് അവൻ ആക്രമിക്കുന്നത്, എന്നിട്ട് അവൻ അതെന്തോ ന്യായം പറയുന്ന, തൻ്റെ ഭാഗത്ത് എന്തോ ന്യായമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് കൺഫസ് ചെയ്യിപ്പിക്കുന്നത്. പെൺകുട്ടി വളരെ വേദനയോടുകൂടി, നമുക്ക് അതിനെ കണ്ട ത്രാണിയില്ല, ബോധമില്ല, ബുദ്ധിയില്ലാത്തൊരു പെൺകുട്ടിയായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ എനിക്ക് കുറേ എന്താ പറയണേ, കുറേ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരാൾ കൊണ്ടുവന്നിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറേയധികം പേര് ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, എന്തിനാണ് അവ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ചോദിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവളുടെ തന്നെ ഒരു വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യണേ. അവൾ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അവളെ തല്ലി പറയിപ്പിച്ചതാണ്. എനിക്കും അത് അന്ന് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിരുന്നു. ഉപദ്രവിച്ചിട്ട് പറയിപ്പിച്ചതാണ്. എന്തായാലും ആ പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ടെന്നോ FIR ഇട്ടിട്ടുണ്ടെന്നോ അവളുടെ വാക്കുകളിൽ കൂടെ തന്നെ അവൾ പറയുന്നുണ്ട്. ഇതിൽ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ച വ്യക്തി സഫ്വാൻ എന്നാണ്. സഫ്വാൻ എനിക്ക് അയച്ച മെസ്സേജിനകത്തുള്ളതാണ്. ഈ പറയുന്ന ഈ ചേച്ചി തന്നെയല്ലേ എല്ലായിടത്തും കയറിയതും ഇറങ്ങിയതും തെറ്റ്, പെണ്ണുങ്ങൾ ചെയ്താൽ കുറ്റമില്ല, എല്ലാം ആണുങ്ങൾ നേരിടണം എന്ന് പറയുന്നത്, ഇതിൽ തെറ്റ് രണ്ട് ഭാഗത്തും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് 43,000 രൂപയുടെ കേസിൻ്റെ പൈസയുടെ കേസൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോൾ ഈ പയ്യനിക്ക് ഓൾറെഡി 43,000 രൂപ നഷ്ടപ്പെട്ടു, ആ പൈസ തിരിച്ചു വേണമെന്നാണ് പുള്ളിയുടെ അന്നത്തെ റിയാക്ഷൻ. ഒരു കാര്യം മനസ്സിലാക്കുക, ആ പെൺകുട്ടി എന്താണ് അനുഭവിച്ചതെന്ന് അവൾ പറയുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. നമുക്ക് പുറത്തു നിന്ന് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് പറയാനൊക്കെ പറ്റും. ഉള്ളിൽ എന്താണ് നടന്നതെന്ന് ആ പെൺകൊച്ചിനല്ലേ അറിയുള്ളൂ. അവിഹിതങ്ങളെയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരുത്തനെ വേണ്ടാന്ന് പറഞ്ഞ് പോകാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. അവൾക്ക് വേണ്ടാത്തതുകൊണ്ടായിരിക്കുമല്ലോ, അവൾക്ക് എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും അവൾ കളഞ്ഞിട്ട് പോയിട്ടുള്ളത്. പിന്നെ 1 2 3 4 ഇതൊക്കെ കഴപ്പാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ എവിടെയോ ആ കുട്ടിക്ക് കിട്ടാത്ത ഒരു സംരക്ഷണം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാവുമല്ലോ ഒന്ന് വിട്ട് ഒന്നിലേക്ക് ആ കുട്ടി പോകുന്നത്. അത് തിരുത്തേണ്ടത് അവരുടെ കുടുംബത്തിന്റെ കാര്യമാണ്. ഇപ്പൊ ആ കുട്ടി ഇട്ട വീഡിയോ നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന കെട്ടുകഥയിലെ നായികയാണ്. അപ്പം ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട് അവനെതിരെയും. പിന്നെ തന്തയ്ക്ക് പിറക്കാത്ത കുറച്ച് ചാനലുകാരുണ്ടല്ലോ, ഇതിലെ സത്യം എന്താണെന്ന് പോലും അറിയാതെ ഞാൻ അവൻ്റെ ഭാര്യയാണെന്നും 2 മക്കളുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞായിട്ട് കുറേ തന്തയ്ക്ക് പിറക്കാത്ത ചാനലുകാർ, അവിഹിതം പൊക്കിയ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്കെതിരെയും ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇത് പറയണത്, ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നറിയണ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇവനെ അറിയായിരിക്കും. കാരണം ഞാൻ വർക്ക് ചെയ്ത ഒരു 5-6 സ്ഥാപനങ്ങളിൽ വന്നവൻ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ എൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, ഈ വീഡിയോ തന്നെ ഫുള്ള് ഫേക്കാണ്. ഫേക്ക് മീൻസ് എന്നെ ഉപദ്രവിച്ചിട്ട് പറയിപ്പിച്ചതാണ്. ഉപദ്രവിച്ചിട്ട് ജീവന പേടിയോണ്ട് ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ആ വീഡിയോയിൽ പറയണ പോലത് എല്ലാം നോണയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ പേടിച്ചിട്ട് പറഞ്ഞതാണ്. എന്നെ തല്ലിയിട്ട് എന്നെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയതുകൊണ്ട്. പിന്നെ പിന്നെന്താ, അപ്പം ആകെ നാട്ടിലും വീട്ടിലും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ, വെറും കെട്ടുകഥയുടെ പേരിൽ. അവൻ്റെ ഭാര്യയാണ് ഞാൻ, അവൻ്റെ ഭാര്യയല്ല, 2 മക്കളുടെ അമ്മയല്ല, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. റിലേഷൻ ഉണ്ടായിരുന്നു. ഇവൻ്റെ ഈ സൈക്കോ സ്വഭാവം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല, ഇനി മുന്നോട്ട് പോകത്തില്ല. ഇല്ലെങ്കിൽ ഇനി ഇതെങ്ങനെ തീരണേ നമുക്ക് നോക്കാം. പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന തെണ്ടികളോട് നിങ്ങൾക്ക് അത്ര ചൊറിയുണ്ടെങ്കിൽ നിങ്ങളെ പെൺമക്കളെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുക. അറിയാം അവൻ്റെ സ്വഭാവം കേട്ടോ. അപ്പം നമുക്ക് കാണാം. വീഡിയോ ചെയ്ത എല്ലാ ചാനലുകാരും കൂടിയാണ് കാണും കേട്ടോ. നമ്മളിതാ ഇങ്ങനെയല്ല, നേരിട്ട് കാണും കേട്ടോ. ഒന്ന് റിയാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് വന്നതുകൊണ്ട് പറയുന്നതാണ്. ഇതിൽ ഒരു കാര്യം പറയാം. ഈ പൊതുവില് ആണുങ്ങൾക്ക് സ്ത്രീകൾ കുഴപ്പമെന്ന് പറയുന്നതിനോട് ഭയങ്കര താല്പര്യമാണ്. അതിന് നല്ല വ്യൂവും റീച്ചും കിട്ടും. ഞാൻ ചെയ്ത വീഡിയോയേക്കാൾ വ്യൂ കിട്ടിയത് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഇതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ആ ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ അയാൾ ചെയ്തത് റോങ് ആണ്. ആ പെൺകുട്ടിയെ അത്രയും മോശം കാണിച്ചുകൊണ്ട് അയാൾ ചെയ്യുമ്പോൾ അയാൾക്ക് അവളോട് സ്നേഹമോ കരുതലോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ. ഇനി 2, അയാൾ ഈ പെൺകുട്ടിയെ സമീപിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ആദ്യം ഒരു വിവാഹവും അതിൽ 2 കുട്ടികളും ഉണ്ടെന്ന് അയാളുടെ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ വൺ സൈഡഡ് ആയിട്ട് സംസാരിക്കാതിരിക്കുക. ഈ ഭാര്യയുള്ള ഒരുത്തൻ ഭർത്താവുള്ള ഒരു പെൺകുട്ടിയുമായി പോകുമ്പോൾ പെൺകുട്ടിക്ക് മാത്രം കുറ്റം വരുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ അവൻ അറിയത്തില്ലേ അവൾക്കൊരു ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ടെന്നുള്ള കാര്യം എനിക്ക് ബോധമില്ലേ?
അപ്പോൾ അവന് ചെയ്യാം, അവൾ ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? 2 കൈ തട്ടാതെ സൗണ്ട് കേൾക്കൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ അവിഹിതങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് പെണ്ണിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ കാരണം ഈ ഒരു സൊസൈറ്റി, ഈ പറയുന്ന ഈ ആൺ മേൽക്കോയ്മയുള്ള ഒരു സൊസൈറ്റിയാണ്. ഈ ആ സാമൂഹിക വ്യവസ്ഥയിൽ നമ്മൾ കുറച്ച് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അടക്കം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറകളായിട്ട് നമ്മളിത് അനുഭവിക്കേണ്ടി വരും. നമുക്ക് ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അല്ല, നിങ്ങളത് നേരിടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ജീവിക്കാം. ഇവിടെ ലൈംഗിക വൃത്തി പോലും ലീഗലൈസ് ചെയ്തൊരു രാജ്യമാണ്. അവരെ ലൈംഗിക തൊഴിലാളികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ പെണ്ണുങ്ങളൊക്കെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ഇവിടെ ഈവനിങ് നൈറ്റ് ആയി കഴിഞ്ഞാൽ ലൈവുകൾ വരും. പിന്നെ അല്ലാത്ത ലൈവ്, മറ്റേ ലൈവ്, കക്ഷം പൊക്കി മണപ്പിക്കുന്ന ലൈവ്, ഇങ്ങനെ കുറേ ലൈവുകൾ വരും. അത് അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പിന്നെ അവരൊരു പരിധി വരെ ഉള്ളത് നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം കുറേ കഴപ്പ് പിടിച്ചവന്മാർക്ക് അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതൊക്കെ പോയി കണ്ടിട്ട് ബാക്കിയുള്ളവർ വെറുതെ വിടുമല്ലോ. നമ്മളൊക്കെ നോർമൽ ലൈവ് ചെയ്താൽ നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കഴപ്പന്മാർക്ക് അത്തരം ലൈവുകൾ നല്ലതാണെന്നും ഒരു ഭാഗമുണ്ട് എനിക്ക്. പക്ഷേ ഈ പെൺകുട്ടി അന്ന് അനുഭവിച്ചത് ദുരിതമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു പെൺകുട്ടിയെ തല്ലിയിട്ട് അത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പബ്ലിക് ചെയ്യുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതേപോലെ അവിഹിതം ചെയ്തു എന്നതിൻ്റെ പേരിൽ 5 മക്കളുടെ അമ്മയെ ഈ ഇടയ്ക്ക് ഒരുത്തം വെട്ടിക്കൊന്നു. അതിനെപ്പറ്റി ഒത്തിരി പേര് വീഡിയോ ചെയ്തവർക്കൊക്കെ നല്ല വ്യൂ ആണ്. എല്ലാവർക്കും അത് ഭയങ്കര സപ്പോർട്ടുമാണ്. അവിടെ വന്ന് കമൻറ്റ് ഇടുന്നവരൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ ഒരു കൊലപാതകത്തിനെയാണ് ജനറലൈസ് ചെയ്യുന്നത്. ഈ രാജ്യത്തെ നിയമത്തിനെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ആ പറയുന്ന ആളെ കൊന്നുകളയേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കളയുന്നേ. നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റൂല, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പറിച്ചെറിയാനുള്ള ഒരു ഇത് നിങ്ങൾക്കറിയില്ലേ? അതിന് പകരം അയാളെ കൊന്ന് ജയിലിൽ പോയി കിടന്ന അന്തസ്സുണ്ടെന്ന് പറയുന്നത് എന്ത് അന്തസ്സാണ്? എന്താണ് അതിൻ്റെ അന്തസ്സ്? അതേപോലെ നമ്മുടെ നാട്ടിലെ നിയമം അറിയുന്ന ഓരോ വ്യക്തികൾ, ഇപ്പം നമ്മുടെ നാട്ടിലെ നിയമം അറിയുന്ന ഓരോ വ്യക്തികൾക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളെ റേപ്പ് ചെയ്യാൻ പിടിച്ചാൽ നമുക്ക് കൊല്ലാം, വീടിനകത്തേക്ക് കയറി നമ്മളെ ഉപദ്രവിച്ചാൽ നമുക്ക് കൊല്ലാം. അങ്ങനെ ഒരു നിയമവശമുണ്ട്. അങ്ങനെ ഒരു ഗതികേടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കത് ചെയ്യാം. അത് വിട്ടിട്ട് എപ്പോഴാണ് നിങ്ങൾ ഈ ഇങ്ങനെ ഒരു സാധനത്തിന് ജനറലൈസ് ചെയ്യാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സോ ഇതെന്താണെന്ന് പറഞ്ഞത്, തീർച്ചയായിട്ടും 100% ഇത്തരത്തിലുള്ള വൈകൃതം നിറഞ്ഞവരാണ് കൂടെയുള്ളത്. നിങ്ങൾ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊരു കൺക്ലൂഷന് നിൽക്കുന്നവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓക്കെ എന്ന് ചൂട്ടുപിടിക്കുന്നത്. നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തീരുമാനം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആണുങ്ങളാണ്. തിരിച്ച് അവർ 10 പേരെ കാണുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു വിശാലമായ ഒരു ലോകം അവരുടെ മുമ്പിലുണ്ട്. പെണ്ണുങ്ങളെന്ന് പറയുമ്പം അവരുടെ ലോകം ഈ ഒരു സർക്കിളിൽ ചുരുങ്ങുന്നതാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ മറ്റൊരു പുരുഷനെ തേടി പോകുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കാരണം ഉണ്ടാകും, ഒരു റീസൺ ഉണ്ടാകും. ഇവിടെ സിനിമകൾ വന്നിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഭാര്യ ഇത് ചെയ്താൽ ഭാര്യ ഉപദ്രവിക്കുന്നത്. അങ്ങനെയല്ല അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇതിന് ഈ പറയുന്ന ബൈഗമിക്കെതിരെ തീർച്ചയായിട്ടും കേസ് കൊടുക്കാൻ പറ്റും. നിയമപരിരക്ഷ കിട്ടും നിങ്ങൾക്ക്. നിയമം മൂലം നിങ്ങൾ അവരെ ശിക്ഷിക്കുക, പബ്ലിക് ചെയ്യുക. അതിങ്ങനെയല്ല ചെയ്യുക. ഈ പറയുന്ന രീതിയിൽ അവളെ തല്ലുകയും അവളെ കൊല്ലുകയും ഒക്കെ ചെയ്ത ശേഷം നിങ്ങൾ അവൾ ചെയ്യുന്ന തെറ്റാണെന്ന് പബ്ലിക്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ക്രൈം നിങ്ങൾ ചെയ്തിട്ട് നിൽക്കുകയല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ ആൺ പെൺ വ്യത്യാസമൊന്നും ഞാൻ പറയത്തില്ല. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞിട്ട് പിടിയിട്ടില്ലേ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഈ പെൺകുട്ടി കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, അത് 354(76) അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അതിന് പ്രകാരമാണെങ്കിൽ 7 വർഷം വരെ ജയിലിൽ കിടക്കണം. ഈ പല ആണുങ്ങൾ ഇരുന്നുകൊണ്ട് സ്ത്രീകളെ വളരെ വൾഗറായിട്ട് പറയുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഒരു കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയാണ്. അവരുടെ ഈ പറയുന്ന സൈബർ ഇത് വളരെ ലൈറ്റായിട്ട് വിഷയങ്ങൾ എടുത്തത് കൊണ്ടാണ് സ്ത്രീകൾ ഇത്രയേറെ അവഹേളനം നേരിടേണ്ടി വരുന്നത്. സൈബർ കേസുകൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ അവഹേളിക്കുന്ന ഒരു പരിപാടി അങ്ങ് നിർത്തും. ഒരു പെണ്ണും തല്ലുകൂടുന്നത് പോലെയല്ല ആണുങ്ങൾ ഇരുന്നു കൊണ്ട് സ്ത്രീകളെ അങ്ങേയറ്റം മ്ലേച്ഛമായിട്ട് തെറി പറയണത്. എന്ത് കുറ്റകാരിയാണെന്ന് പറഞ്ഞാലും ആ സ്ത്രീയുടെ മോഡസ്റ്റി തകർക്കുന്ന രീതിയിൽ ഇരുന്നുകൊണ്ട് ഒരാണ് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ കർശന നടപടി ഉണ്ടാകണം. അവൻ പറയേണ്ട അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൊണ്ട് പറയട്ടെ, അവർ തമ്മിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം, ഒരു പരിധി വരെ കേട്ടോ. ഒരു പരിധിക്ക് അപ്പുറം നുണപ്രചരണം നടത്തുന്നവരെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 354 ഇട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥ ബോധത്തോടു കൂടി നല്ലപോലെ വാദിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വക്കീലും ഉണ്ടെങ്കിൽ ശിക്ഷ പൂർണ്ണമായും കിട്ടുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതിൻ്റെ അവയർനെസ് ഇല്ലാതെ അതിൻ്റെ കാലതാമസം പരിഗണിച്ചിട്ട് പലരും ഇരുന്ന് തുള്ളിച്ച് കുതിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ തച്ചുടച്ചതിൽ ഞാൻ 354 കൂടെ ഒരു 76 എന്ന് പറയുന്ന ഒരു വകുപ്പും കൂടെ ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യണം.
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ അതിഭീകരമായി ആക്രമിച്ചതിൻ്റെ തെളിവ് അവൻ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അവൻ തന്നെ അവൻ്റെ കുഴി തോണ്ടി വെച്ചിരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട് നിനക്ക് അടി കിട്ടിയത് കൊള്ളാമായിരുന്നു, ഞാൻ തന്ന അടി കൊള്ളാമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കൺഫസ്, ഞാൻ അടിച്ചിട്ടുണ്ട് അവളെ, നിന്റെ അടി കൊണ്ടാണ് അവളിപ്പോൾ ഇത് വർത്താനം പറയുന്നത്. ആ ഒരൊറ്റ കാരണം മതി ആ കുട്ടിക്ക് ആ വീഡിയോ കാണിച്ചിട്ട് ഇതാ ഇങ്ങനെയാണെന്ന് പറയാം. പിന്നെ ഇത് നമ്മളൊക്കെ എടുത്ത് വെച്ച് ഷെയർ ചെയ്തത് കൊണ്ട് ഈ നമ്മുടെ ചാനലൊക്കെ അവർക്ക് തെളിവിനായിട്ട് ഉപയോഗിക്കാം. എൻ്റെ ചാനലൊക്കെ അവർക്ക് തെളിവിനായിട്ട് ഉപയോഗിക്കാം. നമ്മളത് എടുത്ത് വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഡിലീറ്റായി പോകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു വിഷയത്തിൽ അയാൾ ചെയ്തത് പൂർണ്ണമായും തെറ്റാണ്. അയാൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണം, ആക്ഷൻ എടുക്കുക തന്നെ വേണം. പിന്നെ ഇനി അവർ അവിഹിതം നടത്തിയെന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന വാക്കുകളിൽ നിന്ന് തന്നെ, ഈ പെൺകുട്ടി പറഞ്ഞതിനേക്കാൾ ഉപരി അയാൾ പറഞ്ഞതിൽ നിന്ന് തന്നെ മറ്റൊരു പുരുഷൻ്റെ 2 കുട്ടികളുടെ അമ്മയായ സ്ത്രീയെ ഇയാൾ ഇതിന് കൊണ്ടുവന്നു. ഇയാളുടെ കൂടെ വന്നവൾ ഇനി ഒരിടത്ത് പോകില്ലെന്ന് ഇയാൾ എങ്ങനെ വിശ്വസിച്ചു? തെറ്റായ കാര്യം ചെയ്തതിനല്ലേ ഈ തല്ലുകൂടെ കിട്ടേണ്ടി വരുന്നത്. ഇനി അവൾ മറ്റൊരാളൊപ്പം പോയിട്ടുണ്ടെങ്കിൽ തന്നെ തന്നോട് കാണിച്ച സ്നേഹം, ഭർത്താവിനോട് കാണിച്ച വെറുപ്പ്, അതേ സാധനം ദാ ഇവിടെ മറ്റൊരു വേർഷനിൽ എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് മനസ്സിലാക്കി അങ്ങ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അവളെ പിടിച്ച് ഇരുത്തി അവളെ വീഡിയോ പിടിച്ച് നാട്ടുകാർക്കിട്ട് ഇപ്പം അതെന്തായി? കേസായോ? ആർക്ക് നഷ്ടം? മറ്റതെന്താണ്? കുറച്ച് നേരത്തെ നമ്മുടെ ഒരു മാനസിക വൈകല്യം, അത് വിഷമം. അതേസമയം അവളെ ഇത് പിടിക്കാതെ നേരെ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ടിട്ട് പോയ പണം കൊടുത്തതിന് രേഖയുണ്ടെങ്കിൽ പൈസ പോലീസുകാർ വാങ്ങിച്ച് തിരിച്ചു കൊടുത്തേനായിരുന്നു. ഇത് പബ്ലിക്കിലിട്ട് ആ പെൺകുട്ടിയെ നാണം കെടുത്തിയാൽ എന്ത് പ്രയോജനം? അത് ഇനിയും ചെയ്യും. കാരണം അതിന് തൽപരരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നിന്നെപ്പോലെ മന്ദബുദ്ധികളായ ഒത്തിരി ആണുങ്ങൾ ഇനിയുമുണ്ട്. അവർ ചെയ്യും. അതിനെ വിലക്കാനാകത്തില്ല. ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാകുന്ന ഒരു തലമുണ്ട്. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ചിലർ പറഞ്ഞു നിന്നെ ഞാൻ മാനം കെടുത്തും, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നത്. മാനം ഉള്ളവരെല്ലാം പോയി കെടുത്താൻ പറ്റൂ? മാനം ഇല്ലാത്തവരടുത്ത് പോയിട്ട് നിന്റെ മാനം കെടുത്തും എന്ന് പറഞ്ഞാൽ അവരൊന്ന് ചിരിക്കും. എന്ത് മാനം കെടുത്താൽ ഇതിലെന്ത് മാനം? അങ്ങനെയുണ്ട് ഒരു അവസ്ഥ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്നൊക്കെ കോടതി പരിഗണിക്കും. കേസ് FIR ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പോലീസിന് മനസ്സിലായത് കൊണ്ടാണല്ലോ ആ ഭാഗത്ത് ന്യായമുണ്ടെന്ന്. എനിക്കത് കണ്ടപ്പോൾ ആ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ് തോന്നിയത്. അവളുടെ അവിഹിതമല്ല അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അവളെ ഉപദ്രവിച്ചുകൊണ്ട് അവളുടെ പെർമിഷൻ ഇല്ലാതെ അവളുടെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തത് ഒരു വലിയ ക്രൈം തന്നെയാണ്. പിന്നെ ഒരു അവിഹിതം നടക്കുമ്പോൾ ആ ആണ് പെണ്ണിനെ കൊന്നു കഴിഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്തെങ്കിൽ നന്നായേ ഉള്ളൂ എന്ന് പറയുന്ന രീതി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനൊക്കത്തില്ല. ഇതേപോലെ എന്തെങ്കിലും ഒരു വ്യവസ്ഥയായിരിക്കുമല്ലോ കഷായ ഗ്രീഷ്മൻ ചെയ്തിട്ടുണ്ടാവുക. അവളുടെ നഗ്ന ചിത്രങ്ങൾ അവൻ്റെ കയ്യിലുണ്ടെന്ന് അത് പ്രചരിപ്പിക്കുന്നു. അവൻ വാൺ ചെയ്തതിൻ്റെ പുറത്താണ് അവൾ ചെയ്തതെന്നാണ് അവളുടെ ഒരു മൊഴി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവൾ പോലീസ് സ്റ്റേഷന് പറയണം, അല്ലെങ്കിൽ വീട്ടിൽ പറയണം, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ പറയണം. ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കുന്നതിന് പകരം അവന് വിഷം കൊടുക്കുകയാണോ വേണ്ടത്? അപ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. ഒരിക്കലും ഒരാളെ ജീവൻ അപഹരിക്കുന്നത് ശരിയായ നടപടിയിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് അല്പം വ്യൂവിന് വേണ്ടിയിട്ട് തോന്നിവാസം പറയുന്ന ഒരാളും ചെയ്യുന്നത് ശരിയല്ലെന്നേ ഞാൻ പറയുള്ളൂ. നമുക്കൊരു പരിധി വരെ നമുക്ക് ഒരു കുറ്റപ്പെടുത്തലൊക്കെ ആവാം. പക്ഷെ ഒരാളെ കൊന്നു കളഞ്ഞ കാര്യത്തിന് എടുത്ത് വെച്ചിട്ട് അതിനെ ഭയങ്കരമായിട്ട് സാധൂകരിച്ചുകൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒക്കെ അങ്ങനെ തന്നെ വേണം, ഒക്കെ ഇങ്ങനെ. ഇതൊക്കെ ലോക്കൽ ഭാഷയാണ്. നിങ്ങളൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു മീറ്റിങ്ങിൽ, കുടുംബ മീറ്റിങ്ങിലൊക്കെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇത്തരം വീഡിയോകൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പണിഷ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ആർക്കും ഇതുവരെ തുടങ്ങിയിട്ടില്ല. എനിക്ക് കോൺഗ്രസ് സർക്കാരിനെ വലിയ വിശ്വാസമൊന്നുമില്ല. ബട്ട് ഈ സൈബർ വിങ് എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് പണി കൊടുക്കുക. അവർ ജോലി ചെയ്യട്ടെ. എത്ര കേസാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്? അവരത് ആക്ഷൻ എടുക്കണം. ഇത്തരം തോന്നിവാസങ്ങൾ അലൗഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊരു ചെറിയ ബോധമല്ലേ? എന്തെങ്കിലും ആണോ? ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ 10 അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെ അല്ലല്ലോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ കാണിക്കുന്നത്. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യം, പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ തെളിവ് വെച്ചേ പറയുള്ളൂ. അതിൻ്റെ റീസൺ ഇതാണ്. നാളെ പിറ്റേന്നൊരു കേസ് വന്നാൽ എനിക്ക് പ്രൂഫ് ഉണ്ടായിരിക്കണം കാണിക്കാൻ. അല്ലാണ്ട് ചുമ്മാ ഇരുന്നുകൊണ്ട് ഒരാളെ അങ്ങ് പോക്കൃത്തരം പറയാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ കൃത്യമായ എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് സംസാരിക്കാം. ഇത് ഒരു മീഡിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും ഉണ്ട്. എന്ത് വിഷയം എടുത്താലും, ഏത് വിഷയത്തിനും, ഏത് ജോബിനും അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് കീപ്പ് ചെയ്യാതെ വെറും വ്യൂസിന് വേണ്ടി തോന്നിവാസം പറയുന്നവർക്ക് ആ പെൺകുട്ടി ആയതുകൊണ്ട് അത് ഇങ്ങനെ തീർന്നു. അല്ല, മറിച്ചാണെങ്കിൽ ഇങ്ങനെ ഇത്തരം വൾഗാരിറ്റി അതിനെപ്പറ്റി പറഞ്ഞവർക്കെതിരെ എല്ലാം പണിഷ്മെൻറ്റ് കിട്ടുക തന്നെ ചെയ്യും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അച്ചടക്കം പാലിക്കുക എന്നുള്ളത് സ്ത്രീകളോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ സ്ത്രീകൾ അച്ചടക്കം പാലിക്കണം എന്നൊരു ടേമല്ല ഞാൻ പറയുന്നത്. ആ ടേമല്ല ഞാൻ പറയുന്നത്. സ്ത്രീകൾക്ക് ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കും. കാരണം വ്യവസ്ഥ അതാണ്. നമ്മുടെ സാമൂഹിക സിസ്റ്റം അല്ലെങ്കിൽ ആ വ്യവസ്ഥ മാറാതെ
നമുക്ക് ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യം കിട്ടത്തില്ല. ഒരു പരിധി വരെ ഒരുപാട് പേര് എഫർട്ട് എടുത്ത് അവിടം വരെ എത്തിയിട്ടുണ്ട് നമ്മൾ. പക്ഷേ അത് പൂർണ്ണമായും നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നും 50% പോലും നമുക്ക് കൃത്യമായ സംവരണം നമുക്ക് കിട്ടിയിട്ടില്ല. ഉണ്ട് എന്ന് പറയുന്നപ്പെടുന്ന സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. എവിടെയാണ് ആ പ്രാതിനിധ്യമുള്ളതെന്ന് പറഞ്ഞേ? കേരളത്തിലുണ്ട് പെൺകുട്ടികളൊക്കെ നിവർത്തികെട്ടുണ്ട് ജോലിക്ക് ഇറങ്ങുന്നവരാണ് മെജോറിറ്റി. അല്ലാതെ നമുക്കും ആ തൊഴിലുണ്ട്, നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ടിരിക്കണം എന്നുള്ള സഹജീവി എന്നുള്ള ഒരു പരിഗണന കിട്ടുന്നു എന്ന രീതിയിൽ ഇവിടെ ഒരു പെൺകുട്ടികളും ഇല്ല. സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നു എന്നതിനപ്പുറം സന്തോഷപൂർവ്വമായ ഒരു തൊഴിലിൽ പെണ്ണുങ്ങൾ ഏർപ്പെടുന്നതെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെ അസമത്വം ഒരുപാടുണ്ട്. ആണുങ്ങൾ കല്യാണം കഴിക്കുന്നു, കൊച്ചുണ്ടാക്കി കൊടുക്കുന്നു, ഓളിച്ചോടുന്നു, പോകുന്നു അവന്മാരെ കളഞ്ഞിട്ട്. അത്ര നിസ്സാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ സിസ്റ്റം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പെണ്ണുങ്ങൾക്ക് തൊഴിലിന് ഇറങ്ങേണ്ട ഒരു ഇത് വന്നിട്ടുള്ളത്. അതിൽ കൂടെ എന്താണ് വ്യക്തമായി അവർക്കൊരു ബോധം ഉണ്ടായി, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായി, സ്ട്രോങ് ആയി. അതുകൊണ്ടാണ് കേരളത്തിലെ പെണ്ണുങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് തോന്നിയ കണക്ക് ഇച്ഛയ്ക്കനുസരിച്ചിട്ട് വൃത്തികേടുകൾ കാണിക്കുക എന്നുള്ളതല്ല. ഇത് എപ്പോഴും ഞാൻ പറയുന്ന കണക്ക് പെണ്ണുങ്ങൾക്ക് ഇതൊരു ബയോളജിക്കൽ നീഡല്ല. അങ്ങനെ ആയിരിക്കാം, പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ വ്യവസ്ഥയിൽ നമ്മൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ പബ്ലിക് ചെയ്ത് കഴിയുമ്പം അവനിക്ക് വല്ല പ്രശ്നമുണ്ടോ? അവനൊരു പ്രോബ്ലം, അവൻ്റെ ഫേസ് കണ്ടിട്ടില്ല, കണ്ടത് ഈ കുട്ടിയുടെ ഫേസാണ്. അപ്പം നാശമാർക്കാണ്. ഈ കുട്ടിയുടെ മക്കൾക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പം ബുദ്ധിമുട്ടുണ്ടാവുക പെണ്ണുങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് വ്യവസ്ഥ. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഈ കുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ പബ്ലിക് ചെയ്തതിൻ്റെ പരിണിതഫലം അവ അനുഭവിക്കാൻ പോകുന്നു. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇനി ഈ വിഷയത്തിൽ ഇനി ഇതെല്ലാം അനുകൂലമാണോ, അവളുടെ അവിഹിതം ഓക്കെ ആണോ, ഇതൊന്നും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, അറിയാത്ത കാര്യം പറയാൻ ഞാൻ തയ്യാറല്ല. എല്ലാവരും ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായി എന്നൊന്ന് അന്വേഷിക്കണമെന്നുള്ള രീതിയിൽ എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത്. അവൾ ഓക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല അവൾ കേസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 days ബിഫോർ അവരിട്ട പോസ്റ്റാണ്. ഇത് പഴയതാണോ പുതിയതാണോ ഒക്കെ കൺഫ്യൂഷനാണ്. എല്ലാം റീപോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു രീതിയാണ്. എന്ത് തന്നെ ആയാലും നമ്മൾ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവന്മാർ പറയുന്നത് എസ് പറയുകയെ നിവർത്തിയുള്ളൂ എന്നുള്ള അവളുടെ ആ ഒരു ടാക്ടിക്സ് അവിടെ വർക്ക് ചെയ്തു. അല്ലാണ്ട് ഇപ്പം നമ്മൾ അവിടെ നിന്നുകൊണ്ട് യുദ്ധം പിടിച്ചിട്ട് കാര്യമുണ്ടോ? പകരം പറയണ എസ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സത്യം എന്തെന്ന് ആ പെൺകൊച്ച് പറയാതെ നമുക്കറിയത്തില്ലല്ലോ. വളരെ ആലോചിച്ച് തന്നെ അത് പറയുന്നുണ്ട്. ഞാനും അവനും തമ്മിലൊരു ലിവിങ് റിലേഷനിലായിരുന്നു, എനിക്ക് അവനെ താല്പര്യമില്ല, അവൻ സൈക്കോ ആണ്. അത് സത്യമാണല്ലോ, അത് അവൾ പറയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി.